ഹലോ എവ്രി വൺ, ഞങ്ങളെ ഒരു ചെറിയ യാത്രയിലാണ്. വഡോദരയിൽ നിന്നും 23 കിലോമീറ്റർ അകലെ അജ്വ ഗാർഡൻസിലേക്ക്. ഗാർഡനൊക്കെ ഒന്ന് കാണാം, കൂട്ടത്തിൽ അവരുടെ ഒരു നൈറ്റ് ഷോയും ഉണ്ട്, ഗുജറാത്തി ഡാൻസൊക്കെ ആയിട്ട്. അപ്പോൾ ഈ യാത്രയിൽ ഡിജിറ്റലി ഞങ്ങളോടൊപ്പം നിങ്ങളും കൂടിക്കോളൂ. ഹൈവേയിൽ 80-100 പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾ അജ്വ ഗാർഡൻസിലേക്കുള്ള ഇട റോഡിലേക്ക് തിരിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ സ്വീകരിക്കാൻ ആരൊക്കെ വന്നിട്ട് നോക്കൂ. ലെഫ്റ്റിലേക്ക് എടുക്കാനും പറ്റില്ല, ഇനിയും വരവേ ഉള്ളൂ. അത് കാണാനപ്പോ നമ്മള് വന്നത് ബറോഡയിലെ കാഴ്ചകൾ അങ്ങനെ വീഡിയോ ഉണ്ടാക്കാം. നമുക്ക് അവിടെ ഇങ്ങനെ എരുമ കാണാൻ കിട്ടില്ല. ഗീതയ്ക്ക് അത് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ലേ, ഗീത വിചാരിച്ചതായിരിക്കും ഇപ്പം ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ബറോഡ എരുമകൾ. ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. അങ്ങനെ എരുമയും പോത്തൊക്കെ പോയി വലിയ മരങ്ങൾക്കിടയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഏതിലോ ഒന്ന് വായിച്ചപ്പോൾ സൺഡേ ടൈമിങ് 5:30 എന്ന് പറഞ്ഞാൽ 5:30 എന്ന് പറഞ്ഞാൽ ബന്ധമല്ല, ടിക്കറ്റ് ചിലപ്പോൾ ക്ലോസ് ചെയ്യും തോന്നുന്നു. അങ്ങനെ ചിലതുണ്ടായിരിക്കാം. ഓൺലൈൻ ടിക്കറ്റ് എടുക്കാനില്ലേ നോക്കി നോക്കാം. പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ്, ഒരു മരത്തിൽ കുറേ തുണികൾ കെട്ടിവെച്ചിരുന്നു. അത് ഇവിടുത്തെ ഒരു ആചാരമായിരിക്കും. മുമ്പ് രാജസ്ഥാനിൽ പോകുമ്പോഴും ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് 5:45 നമ്മൾ അജ്വയിൽ എത്തിയിട്ടുണ്ട്. ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇവിടെ കണ്ടില്ല. 6 മണിക്ക് മുന്നേ വന്നുകൊണ്ട് നമുക്ക് നേരിട്ട് തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റി. ഒരാൾക്ക് 55 രൂപയാണ് ടിക്കറ്റ് ചാർജ്. മുമ്പ് ഇവിടെ ലേസർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു അത്രേ, പക്ഷേ ഇപ്പോൾ ജസ്റ്റ് ഗാർഡൻ ചുറ്റി കാണാം, അതുപോലെ തന്നെ നൈറ്റ് ഇവരുടെ ഒരു ഷോ കാണാം. ഗാർഡനൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു പൂമ്പാറ്റയെ കാണാൻ പറ്റുന്നുണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള പൂമ്പാറ്റ. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. അങ്ങനെ ഇവിടുത്തെ ഈവനിങ് ഷോ തുടങ്ങാറായി. ओके, तो हमारे नेक्स्ट एक्ट के लिए रेडी है आप सभी? यस, ओके। तो बढ़ते हैं हमारे नेक्स्ट एक्ट की तरफ, जिसका नाम है एक्रोबैट ड्रॉप एक्ट। आई, उन दोनों की परछाई बन
प्रयास से कहीं अधिक उसकी महत्वाकांक्षा की तड़प थी। कैसे पड़ा दशनान का नाम रावण। एक दिन എന്തൊക്കെ പറഞ്ഞാലും 55 രൂപയ്ക്ക് ഈ ഗാർഡനിലേക്കുള്ള എൻട്രിയും പിന്നെ ഈ ഷോ ഒക്കെ കംപ്ലീറ്റ് വേർത്ത് തന്നെയാണ്. നല്ല തിരക്കുണ്ട്. അപ്പം ഞങ്ങൾ ഫ്രണ്ട് തന്നെ ഇരുന്നുകൊണ്ട് അത്യാവശ്യം നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാനും ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി. జటాకటాహ సంభ్రమ భ్రమన్నిలింప నిర్ఝరీ విలోల వీచి వల్లరీ విరాజమాన మూర్ధని पुत्र पवन सुत नाम वीर विक्रम भजन ज्ञान दिन सागर जय सदी लोक उजागर जय ज्ञान दिन सागर जय सदी लोक उजागर എന്തല്ലേ രാമായണം, അവരൊരു 5 മിനിറ്റ് കൊണ്ട് രാമായണത്തിൻ്റെ കഥ തുടക്കം മുതൽ അവസാനം വരെ കാണിച്ചു. അടിപൊളിയായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ എന്തോ ഡാൻസ് എന്തോ തന്നുകൊണ്ടിരിക്കുക, എല്ലാവരും കൂടിയുള്ള ഡാൻസ്. അപ്പോൾ ഞങ്ങൾ പോന്നു. നമ്മുടെ ഈ വീഡിയോസ് ഫുഡില്ലാണ്ട് നമ്മൾ തീർക്കാൻ പാടില്ല. അപ്പോൾ കിട്ടിയ ഗ്യാപ്പിൽ നമ്മളൊരു പിസ്സ അടിക്കാൻ പോവാണ്. അത് കഴിയുമ്പോഴേക്കും അവിടെ ഗർഭ ഡാൻസ് തുടങ്ങും. ഞാൻ ഇവിടുത്തെ ഗർഭ ഡാൻസ് കണ്ടിട്ടില്ലല്ലോ എന്ന് വലിയൊരു വിഷമത്തിലായിരുന്നു. ദീപാവലി സമയത്ത്, ദീപാവലി അല്ല, ദസറ സമയത്താണ് ഗർഭ ഡാൻസ് ഉണ്ടാവാറ്. വഡോദര വളരെ ഫേമസ് ആണ്, വഡോദരയിലെ ഗർഭ. അപ്പോൾ നമ്മൾ ഈ പിസ്സ കഴിച്ച് കഴിയുമ്പോഴേക്കും അവിടെ അതൊക്കെ റെഡിയാവും. ഈ ഒരു ഗാർഡനിൽ കുറേ ജ്യൂസ് കൗണ്ടേഴ്സ് കണ്ടു. ആകെ ഒരു ഫുഡ് കൗണ്ടർ കണ്ടത് ഇതാണ്. ഒരു മാർഗരീറ്റ പിസ്സ പറഞ്ഞു. ഞാൻ ഈ വിശപ്പിൻ്റെ അസുഖമുള്ള ഒരാളാണ്, നിങ്ങൾക്കറിയാലോ. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഷോ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. ഇവിടുത്തെ ലൈറ്റിംഗ് സെറ്റപ്പും പിന്നെ ഈ ഒരു ആർക്കിടെക്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിദേശ രാജ്യത്ത് എവിടെയോ എത്തിയ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ബ്രേക്കിന് വീണ്ടും വിട്ടു. ഇപ്പോൾ ഇനിയാണ് ഗർഭ ഡാൻസ്. പക്ഷേ ഗർഭ ഡാൻസ് ഞാൻ വിചാരിച്ച പോലെ ഗുജറാത്തി ട്രഡീഷണൽ അറ്റയറിലൊന്നും അല്ല. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒന്നാണ്. ഗർഭ ഡാൻസിൻ്റെ പരിപാടി ഇവിടെ വന്ന ആളുകളെ കൊണ്ട് ഗർഭ ഡാൻസ് ചെയ്യിപ്പിക്കുന്നതാണ്. ഇത് തന്നെ ഇപ്പം ആ ഒരു ഗുജറാത്തി ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് ആണ് പൊതുവെ വഡോദരയിൽ ചെയ്യാറ് ദസറ ടൈമിൽ. അതെന്തായാലും ഒന്ന് മസ്റ്റ് വിസിറ്റ് ആയിട്ട് തന്നെയാണ്. ഏതെങ്കിലും ഒരു വർഷത്തിൽ നമുക്ക് വഡോദരയിലെ ദസറ ടൈമിൽ വരാം. അപ്പോൾ നമുക്ക് ഗർഭ ഡാൻസ് കാണാം. ഇനിയിപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടുന്ന് പോകുന്നു. ഇവിടെ പുറത്ത് വരുന്ന സമയത്ത് പുറത്തൊരു വലിയ ഹനുമാൻ ശില്പം കണ്ടായിരുന്നു. അവിടെ ഒന്നും പോയി നോക്കാം. ലൈറ്റൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാവും അറിയില്ല, നോക്കി നോക്കാം. എന്തായാലും ഇത് നമ്മുടെ ഈ ഫൺ വേൾഡൊക്കെ പോലത്തെ ഒരു പരിപാടിയാണ്. ഇത് നമ്മുടെ എന്താ പറയുക,
അയ്യോ മറന്നും പോയി. കൊച്ചിയിൽ വണ്ടർല പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ കുറേ ആളുകൾ ഒരു ദിവസം മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് നല്ല സന്തോഷകരമായിട്ട് തിരിച്ചു പോവുകയാണ്. നമ്മളിപ്പോൾ എന്തായാലും തൽക്കാലം ഈ വൈകുന്നേരത്തെ പരിപാടി മാത്രം കാണാൻ വേണ്ടി വന്നു. ഗാർഡന് പുറത്ത് ഞങ്ങൾ കണ്ട വലിയ ഹനുമാൻ സ്വാമിയുടെ ശില്പത്തിൽ ലൈറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രാത്രി വലിയ ഇതിലൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അത് ഷൂട്ട് ചെയ്യണമായിരുന്നു. അതെൻ്റെ തെറ്റ്. കൂരി ഇരുട്ട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സെറ്റപ്പാണ്. പോകുന്ന വഴിയിലെ ഒരു കല്യാണ വണ്ടി കണ്ടു. അതായത് നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു കുതിര വണ്ടി. ഇത് കല്യാണങ്ങൾക്ക് കല്യാണച്ചക്കനെയും പെണ്ണിനെയും കൊണ്ടുവന്ന അത്രേ. എന്തായാലും അങ്ങോട്ട് പോയ സമയത്തുള്ള പോലെ പോത്തും എരുമയും കാളേനൊന്നും വഴിയിൽ കണ്ടില്ലേ. ഭാഗ്യം. കാളകൾക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. രാജമൗലിയുടെ പടത്തിൽ മഹേഷ് ബാബുവിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുകയല്ലേ. അങ്ങനെ ഹൈവേയിൽ നമ്മളിപ്പോൾ വഡോദര പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം കണ്ടത്. ആക്ച്വലി ലാസ്റ്റ് ടൈം ഇവിടെ വഡോദര വന്ന സമയത്ത് തന്നെ അഭിലാഷിനോട് പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ഒരു ഫ്ലൈറ്റിനുള്ളിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് എന്ന്. അപ്പോൾ അത് ഈ ഹൈവേയിലാണ്. ഹൈഫ്ലൈ എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു എയർക്രാഫ്റ്റ് അതിനകത്ത് ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഹൈഫ്ലൈ റെസ്റ്റോറോ. ഇത് വഡോദരയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പോകുന്ന വഴിയിൽ തർസാലി ബൈപ്പാസിലായിട്ടാണ്. ആക്ച്വലി ഒരു 4-5 ഇയേഴ്സിന് മുന്നേ ഇത് വളരെ ട്രെൻഡിങ് ആയിരുന്നു ഇവിടെ. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴും പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂസൊന്നും അത്രയ്ക്ക് ഇമ്പ്രസീവ് അല്ല. ഒരുപാട് ഗുജറാത്തി ഹിന്ദി വ്ളോഗ്സ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ. ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പുറമെ ഒരു ബോർഡിംഗ് പാസ് പോലെ നമുക്കൊരു ഫിക്സഡ് എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ. അങ്ങനെ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് വീടെത്തി. കുറേ പുതിയ തരത്തിലുള്ള കാഴ്ചകൾ ഇന്ന് കിട്ടി. ഇനി നമ്മളിപ്പോൾ സൂറത്ത് പോകാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് വീക്കെൻഡിന്. അതിപ്പോൾ അതൊന്നും തന്നെ പ്ലാൻ ഇട്ടു, അതുകൊണ്ട് ഞാൻ റിവീൽ ചെയ്യാണ്. അതിന് മുന്നേ പറ്റുന്ന പോലെ ഞാൻ ചില ഫുഡ് റിലേറ്റഡ് വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ സൂറത്തിലേക്ക് ആണ് അടുത്ത നമ്മുടെ ട്രാവൽ വരുന്നത്. അതും കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മുടെ കേരള കാഴ്ചകളൊക്കെ നമ്മുടെ ചാനലിൽ കണ്ടിട്ട് കുറേ ആയില്ലേ. ടൈം എടുക്കും. അതിന് മുമ്പേ അത്യാവശ്യം വീഡിയോസ് വരും. വഡോദര എന്തായാലും പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് സൂറത്തൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് കേരള കാഴ്ചകൾ വരുള്ളൂ. സോ ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സോ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ പതിവ് പോലെ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.